അഗ്നിയായി നിറയണമേ ആത്മാവേ, അഗ്നിയായി നിറയണമേ. സാധാരണക്കാരൻ അവസരങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ ബഹുമാനന്മാർ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു. ലോകം മുഴുവൻ കോവിഡ്-19 മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ കത്തീഡ്രൽ ഇടവകയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അതിജീവന മന്ത്രവുമായി കൂടുതൽ കരുത്തോടെ കർമ്മനിരതരാകുന്നു. ജാഗ്രത പുലർത്തുമ്പോഴും ഉൾക്കാഴ്ചകളുടെ ഈ ലോകത്ത് ചിന്ത നിറയെ നന്മയും ഹൃദയം നിറയെ സ്നേഹവും അതരം നിറയെ അലിവുമായി അരങ്ങിലെത്തുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ മികവിൽ നവമാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുവാനുള്ള അതിതീവ്രമായ ദാഹമായി സെപ്റ്റംബർ മാസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധരെ പരിചയപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത സുവിശേഷ മൂല്യങ്ങൾ ലോകം മുഴുവനും വൈവിധ്യമാർന്ന കലാസരണികളിലൂടെ വെളിപ്പെടുത്തുവാനും ഉദ്യമിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ സന്തുഷ്ടരായി ഞങ്ങൾ നിർമ്മൽ ജ്യോതി അംഗങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിർമ്മൽ ജ്യോതി അംഗങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു തിയോഫീലിയ, ദ ലവ് ഓഫ് ഗോഡ്. ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് കൈകോർക്കാം. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അവരെ പരിപാലിച്ച് അവരെ നിയന്ത്രിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് മുന്നിൽ നമുക്ക് ഒരു നിമിഷം കൈകൂപ്പാം. ജീവനേ നീ കാക്കണേ, നീറുമാത്മാവിനാശമീശണേ, നിഴലുപോലെന്റെ കൂടെ നീ വരുകിലടിയന്റെ പുണ്യമായി ജീവനാമെന്റെ യേശുവേ, ജീവനേകി നീ കാക്കണേ. പ്രാർത്ഥനാ ഗാനത്തിലൂടെ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മെർലിൻ ബേബിക്കും ജോസ്മി ജോൺസണും നന്ദി. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായി ആഗ്ലൻ മേരി ക്ഷണിക്കുന്നു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്, നമുക്ക് സന്തോഷിച്ച് ആഹ്ലാദിക്കാം എന്ന തിരുവചനമാണ് ഈ കൊറോണ കാലത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം കോവിഡ്-19 മൂലം പുറത്തിറങ്ങാൻ സാധിക്കാതെ ഭവനങ്ങളിലും ക്വാറന്റൈൻ സെൻ്ററുകളിലും കഴിയുന്ന നമ്മുടെ മനസ്സിൻ്റെ ആനന്ദം കളയാതെ ക്രിസ്തീയ വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കാൻ നമുക്ക് ലഭിച്ചൊരു അവസരമാണല്ലോ 11ാം ക്ലാസ്സിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഒത്തിരിയേറെ തിരക്കുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വികാരിയച്ഛൻ. എങ്കിലും നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചെറുവരമ്പിലച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇടവക ദേവാലയത്തിലായിരുന്നുകൊണ്ട് നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ജോസഫ് അടപ്പൂരച്ഛനെ, നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് ഏറെ അധ്വാനിക്കുന്ന നമ്മുടെ കൊച്ചച്ചരമ ജോർജ് പി ചാലിക്കുടി അച്ഛനെ, ജോസഫ് മഠത്തിലച്ഛനെ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ അമ്മയുടെ സ്നേഹം നൽകി നമ്മളെ കാക്കുകയും നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു വളരാൻ ഏറെ അധ്വാനിക്കുകയും ചെയ്യുന്ന സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജസീന CMCയെ ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ പോസിറ്റീവ് ചിന്തയിലേക്ക് നയിക്കുകയും നമ്മൾ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു വളരാൻ ഏറെ അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ മതാധ്യാപകരെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പള്ളിയും പള്ളിക്കൂടവും ഒക്കെ നമ്മുടെ ഭവനങ്ങളായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങളുടെ കൊച്ചു കലാവിനിലേക്ക് സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ കൊച്ചു കലാവിനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ കൂട്ടുകാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിച്ച ആഗ്ലിൻ നന്ദി. നമുക്കറിയാം, സെപ്റ്റംബർ മാസം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് 8 നോമ്പിന്റെ മധുരസ്മരണകളാണ്. എന്നാൽ ഈ വർഷം പള്ളിയിൽ പോയി നോമ്പ് ആചരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭവനങ്ങളിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ നാം ആഘോഷിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നതായി ധനേഷ് ജോമി തെക്കേക്കരയെ നമുക്ക് ക്ഷണിക്കാം. വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ,
ബഹുമാന്യരായ കൊച്ചന്മാരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, സുഹൃത്തുക്കളെ, വിശ്വാസ ജീവിതത്തിന്റെ മാതൃക സമർപ്പണമെന്നത് തന്റെ ജീവിതം സാക്ഷിയാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തവൾ അമ്മ. അമ്മ എന്ന രണ്ടക്ഷരം എത്രമാത്രം ധന്യമാണെന്ന് പരിശുദ്ധയമ്മ തന്റെ ജീവിതം സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ചിട്ടയായ ജീവിതം, പ്രാർത്ഥന, ദൈവമാണ് എന്റെ ഏക ആശ്രയമെന്ന് വിശ്വസിച്ചിരുന്ന പരിശുദ്ധയമ്മ എന്നും ദൈവത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ദൈവത്തിന് പൂർണ്ണമായും തന്നെ സമർപ്പിച്ചിരുന്നു. ദൈവകൽപ്പനകൾ ജീവിതത്തിൽ അതേപടി പാലിച്ചിരുന്നു. പരിശുദ്ധയമ്മ തന്റെ ജീവിതത്തില് ദൈവത്തിന് അർപ്പിച്ചിരുന്ന വിശ്വാസത്തിന്റെ അളവ് വളരെ വലുതായിരുന്നു. അത് പരിശുദ്ധയമ്മയുടെ ജീവിതം തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് താൻ ഗർഭിണിയാകാൻ പോകുന്നു എന്ന വിവരം പരിശുദ്ധയമ്മ അറിഞ്ഞപ്പോൾ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ദൈവകൽപ്പന അതേപടി യാതൊരു എതിർപ്പും മടിയും കൂടാതെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധയമ്മ സന്നദ്ധയായി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ അന്വർത്ഥമാകട്ടെ എന്ന് പരിശുദ്ധയമ്മ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. ദൈവഹിതം പൂർണ്ണമായും സന്തോഷത്തോടെ നിറവേറ്റപ്പെടുവാനായിരുന്നു പരിശുദ്ധയമ്മ ആഗ്രഹിച്ചിരുന്നത്. അതിന്റെ പേരിൽ തനിക്ക് എത്ര അപമാനവും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നാലും പരിശുദ്ധയമ്മ അത് സഹിക്കാനായിട്ട്, സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധയായിരുന്നു എന്നും. ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായാൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. പൊതുസമൂഹത്തിൽ അവൾ ഏറെ അപമാനിതയാകും. പലരുടെയും നാവുകൾ അവൾക്കെതിരെ പടപൊരുതുന്ന ആയുധങ്ങളായി ഭവിക്കും. മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് അവൾ ഇരയാകുമെന്നൊക്കെ പരിശുദ്ധയമ്മയ്ക്ക് നമ്മളെ പോലെ തന്നെ അറിയാമായിരുന്നു. പരിശുദ്ധയമ്മയ്ക്ക് വ്യക്തമായിട്ടത് അറിയാമായിരുന്നു. എന്നിട്ടും ദൈവത്തെ പ്രതി, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്റെ ദൈവം തന്നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമായിരുന്നു പരിശുദ്ധയമ്മയ്ക്ക് തന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് അമ്മ കേട്ടപ്പോഴും, അമ്മ അറിഞ്ഞപ്പോഴും അതിന്റെ മൂർച്ച, വാളിന്റെ മൂർച്ച എന്തെന്ന് പരിശുദ്ധയമ്മ അനുഭവിച്ചറിഞ്ഞപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള വിധേയത്വം, സ്നേഹം ഒന്നും പരിശുദ്ധ അമ്മയിൽ നിന്ന് വിട്ടകന്നില്ല. മലയാള മണ്ണിന്റെ പ്രശസ്ത കവി ശ്രീ കുമാരനാശാൻ പറഞ്ഞു വെക്കുന്ന 2 വരികൾ, അദ്ദേഹത്തിന്റെ ഒരു കൃതിയിലൂടെ, നളിനി എന്ന കൃതിയിലൂടെ പറഞ്ഞു വെക്കുന്ന 2 വരികൾ എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. അത് മറ്റൊന്നുമല്ല, അന്യജീവരുതകി സ്വജീവിതം നഷ്ടമാക്കും അമലെ വിവേകികൾ. മറ്റുള്ളവന് വേണ്ടി, മറ്റുള്ളവന്റെ സുഖത്തിനും സന്തോഷത്തിനും രക്ഷയ്ക്കും വേണ്ടി സ്വന്തം ജീവിതം സന്തോഷപൂർവ്വം ത്യാഗം ചെയ്യുന്നവന് ആരാണോ അവര് വിവേകികളാണ്, അവര് മഹത്വപ്പെട്ടവരാണെന്നാണ് ഈ വരികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ കാണുന്നതും ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെയൊക്കെ സന്തോഷത്തിനും സുഖത്തിനും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ തന്നെയും തന്റെ പുത്രനെയും തന്റെ ജീവിതവും ഒക്കെ, തന്റെ സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയായിരുന്നു എന്നത്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന ഒത്തിരിയേറെ തിരുനാളുകൾ, പരിശുദ്ധ അമ്മയുടെ ഒത്തിരിയേറെ തിരുനാളുകൾ കൊണ്ടാടുന്നവരാണ്. അതും വളരെയേറെ ഭക്തിയോടും ഒരുക്കത്തോടും കൂടി കൊണ്ടാടുന്നവരാണ് നാമൊക്കെ. ഏറെ ഭക്തിയോടും, ഏറെ വിശ്വാസത്തോടും, ഏറെ തീക്ഷ്ണതയോടും കൂടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നോയമ്പ് ഏറ്റെടുത്തുകൊണ്ട് ഒക്കെ നമ്മള് പരിശുദ്ധ അമ്മയുടെ വിവിധ തിരുനാളുകൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഓരോ തിരുനാളും നമ്മൾ കൊണ്ടാടുമ്പോൾ, പരിശുദ്ധ അമ്മയെ ഓരോ നിമിഷവും നമ്മൾ അനുസ്മരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന മാതൃകകൾ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്
പകർത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിലേക്ക് പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കണം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കണം. മറ്റുള്ളവരെ വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് സന്നദ്ധരാകണം. ഒത്തിരി വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലും കൊച്ചു കൊച്ചു ത്യാഗങ്ങളെങ്കിലും മറ്റുള്ളവരെ പ്രതി സഹിക്കാനായിട്ട് നമുക്ക് തയ്യാറാകണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളില്, ഈശോയോട് കൂടെ നമ്മുടെ ഹൃദയങ്ങളില്, അതുപോലെ തന്നെ അമ്മയുടെ വാത്സല്യം എന്നും എക്കാലവും നമ്മുടെ ജീവിതത്തില് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമ്മയെക്കുറിച്ച് വളരെ നന്നായി വിവരിച്ച ധനുഷിന് നന്ദി. അടുത്തതായി നമ്മുടെ ഇടവകയുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ വാക്കുകൾക്കായി കാതോർക്കാം. പ്രിയമുള്ള അധ്യാപകരെ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, സെപ്റ്റംബർ മാസം അനുഗ്രഹീതമായ മാസമാണ്. പരിശുദ്ധി അമ്മയുടെ പിറവി തിരുനാളും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയും മത്തായി ശ്ലീഹായുടെ തിരുനാളും മദർ തെരേസയുടെ തിരുനാളുമൊക്കെ കോർത്തിണങ്ങുമ്പോൾ അനുഗ്രഹീതമായ മാസം. ഈ അനുഗ്രഹീത മാസത്തിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. ഈ മാസം 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന സന്ദർഭം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളർത്തുവാൻ, വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചറിയുവാൻ ഈ വർഷത്തെ സൺഡേ സ്കൂൾ പ്രവർത്തനം ഇടയാകട്ടെ. ഏറെ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ എല്ലാ നന്മകളും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കുടുംബത്തിലെ പിതാവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശം പോലെയായിരുന്നു വികാരിയച്ഛൻ്റെ സന്ദേശം. നല്ല ഒരു സന്ദേശം നൽകിയ നമ്മുടെ വികാരിയച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി. ഇതാ കേൾക്കുവാൻ ഇമ്പമുള്ള ഒരു മധുര ഗാനവുമായി ജോയൽ സാനി തൻ്റെ മധുരസ്വരത്തിൽ നമ്മുടെ മുൻപിൽ. ജോയൽ സാനിയെ നമുക്ക് സ്നേഹത്തോടെ കാതോർക്കാം. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു നീ ഞാനായി തീർന്നിടാ. എത്ര നാളായി കൊതിച്ചിടുന്നു നാദാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാ. എത്ര നാളായി കൊതിച്ചിടുന്നു നാദാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും.
ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ നാടെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ ഞാനാ നിൽക്കണം നീയായി തീർന്നിടാം. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാ നിൽക്കണം നീയായി തീർന്നിടാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാൻ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. ജോയിൻ്റെ പാട്ട് വളരെ മനോഹരമായിരുന്നില്ലേ? പാട്ട് നമ്മളെല്ലാവരും കേട്ടപ്പോൾ ദിവ്യകാലസ്വരത്തെക്കുറിച്ച് കൂർത്ത് ഹൃദയം കുതിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ഗാനം ആലപിച്ച ജോയൽ സാനിക്ക് ഹൃദയം നന്ദി. സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി സ്ലീഹയുടെ തിരുനാൾ. യേശു തൊട്ടപ്പോൾ ചുങ്കക്കാരൻ അരുമശിഷ്യനായി മാറിയ വിശുദ്ധ മത്തായി. വിശുദ്ധ മത്തായിയെക്കുറിച്ച് ജ്യോതിസ് നമ്മളോട് സംസാരിക്കുന്നു. ജ്യോതിസിന് ഹൃദയം നന്ദി സ്വാഗതം. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, മറ്റു വൈദികരെ, മതാധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കർത്താവ് തന്ന ദിവസമാണിന്ന്. നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ഇന്ന് വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുനാൾ ദിനം. മത്തായി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ദാനം എന്നാണ്. ചുങ്കസ്ഥലത്തു നിന്നും കർത്താവിന്റെ ശിഷ്യഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ പുണ്യാത്മാവിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. വിശുദ്ധ മത്തായെ വിശുദ്ധ മാർക്ക് വിളിച്ചിരുന്നത് അൽഫയുടെ പുത്രനായ ലേവി എന്നാണ്. ഗലീലയിലാണ് അദ്ദേഹം ജനിച്ചത്. റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു തൊഴിൽ. ജനേസ്ര തടാകത്തിലൂടെയും ടിബേരിയസ് സമുദ്രത്തിലൂടെയും വരുന്ന സാമാനങ്ങളുടെയും ജലയാത്രികരുടെയും ചുങ്കമാണ് വിശുദ്ധ മാത്യു പിരിച്ചിരുന്നത്. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ജനേസ്ര തടാകത്തിലൂടെ വരുമ്പോഴായിരുന്നു ചുങ്കക്കാരനായ ലേവിയെ അപ്പസ്തോലനായി വിളിക്കുന്നത്.
കർത്താവിന്റെ മരണശേഷം ആദ്യമായി സുവിശേഷം എഴുതിയത് വിശുദ്ധ മത്തായിയാണ്. അർമേയ്ക്യ ഭാഷയിൽ സുവിശേഷം രചിച്ചുവെന്നാണ് പൊതുവായ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അത് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. കർത്താവിന്റെ പ്രതിരൂപം മനുഷ്യനാണ്. സുവിശേഷകനായ മത്തായി പാലസ്തീനായിലും എത്യോപ്യയിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. കർത്താവിന്റെ ഒറ്റവാക്കിന് വിശുദ്ധ മത്തായി ലോകഭാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിന്റെ ലഘുവും മധുരവുമായ മുഖം തോളിലേറ്റി എന്നാണ് വിശുദ്ധ ബ്രിഡ്ജറ്റ് പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ സ്ലീഹായെ പോലെ പഴയ ജീവിതത്തെ അതിന്റെ ചെയ്തികളോട് കൂടി ഉരിഞ്ഞു മാറ്റി ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട പുതിയ മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കുഞ്ഞു മിഷണറിമാരായി നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ശിഷ്യത്വത്തിന്റെ മഹത്തായ മാതൃക ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും വിശുദ്ധ മത്തായി സ്ലീഹയുടെ തിരുനാൾ മംഗളങ്ങൾ. നന്ദി, നമസ്കാരം. മത്തായി സ്ലീഹയെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ച ജ്യോതിസിന് നന്ദി. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിന്റെ പൂഴ്ചയെടുത്തിരുന്നു. ഈ ഗാനം വളരെ മനോഹരമായി നൃത്തരൂപത്തിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. റോസിൻ മാധവനെയും അന്ന മരിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജീവനായവനെ നീ ആശയെന്നുമേ
കുരിശിലൂടെ കരഗതമാകുന്ന രക്ഷയെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഭംഗിയായി അവതരിപ്പിച്ച റോസിൻ മാജയ്ക്കും അന്നമരിക്കും നന്ദി. സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളാണല്ലോ. വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി അന്മരെ മുട്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചന്മാരെ, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിശുദ്ധനായ വിൻസെന്റ് ഡി പോൾ തൻ്റെ ജീവിതത്തിൽ യേശു സ്നേഹത്തിൽ എങ്ങനെ ജീവിച്ചു എന്നാണ് നമ്മൾ വായിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യ സ്നേഹമായിരുന്നു ആ വിശുദ്ധൻ്റെ മുഖമുദ്ര. യേശു കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്ന വിശുദ്ധൻ അങ്ങനെ തൻ്റെ ജീവിതകാലം മുഴുവൻ യേശുവിനായി ജീവിച്ചു. പാവങ്ങളോടുള്ള അതിരുറ്റ സ്നേഹമുണ്ടായിരുന്ന വിൻസെന്റ് ഇപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി പണം മറ്റു മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുത്ത് ദൈവസ്നേഹത്തിൽ മനുഷ്യസ്നേഹം പ്രകടമാക്കി. ദൈവവചനം പ്രചരിപ്പിച്ചു ദരിദ്രരെ ഉയർത്തിയും ദൈവത്തിൻ്റെ ജീവിതസാക്ഷ്യമായി ജീവിച്ച വിശുദ്ധനാൽ ഉടലെടുക്കപ്പെട്ടതാണ് കത്തോലിക്ക സഭയിലെ വിൻസെന്റ് പോൾ പ്രസ്ഥാനം. ആകിയാൽ നമുക്കും ഈ മാതൃക പിന്തുടർന്ന് ദരിദ്രരെ സഹായിച്ചും ദൈവവചനം പ്രസംഗിച്ചും സ്വർഗത്തിലേക്കുള്ള വാതിലിൻ്റെ ചവിട്ടുപടിയാവാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു. വിശുദ്ധ വിൻസെന്റ് പോളെ കുറിച്ച് നമ്മോട് സംസാരിച്ച് അയന്മേരിക്ക് നന്ദി. ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂട്ടുകാരായ ദൈവം ഓരോ മാലാഖമാരെ തന്നിട്ടുണ്ട്. സന്നദ്ധ സഹചാരികളായ മാലാഖമാരെ കുറിച്ച് നമുക്ക് ആഗ്നസ് മരിയിൽ നിന്ന് കേൾക്കാം. ആഗ്നസ് മരിക്ക് സ്വാഗതം. സ്നേഹം നിറഞ്ഞ വികാരിയച്ച, കൊച്ചന്മാരെ, മതാധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ. നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമായിരുന്നാലും എത്ര മഹാവിപത്തുകൾ നമ്മെ വലയം ചെയ്താലും ഈദൃശ രക്ഷകർത്താക്കളുടെ സംരക്ഷണത്തിൽ നാം ഒട്ടും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ബെർണാർഡിൻ്റെ ഈ വാക്കുകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മാലാഖമാർ നമുക്ക് നൽകുന്ന സംരക്ഷണത്തെയാണ്. പലവിധ പ്രലോഭനങ്ങളും ദുഷ്പ്രേരണകളും നമ്മുടെ വിശ്വാസ ജീവിതത്തെ വേട്ടയാടുന്ന ഈ നവയുഗത്തിൽ ജീവിത വിശുദ്ധിക്കായി വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം യാചിക്കുകയും തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് തിരുസഭാംഗങ്ങളായ നമ്മൾ. എന്നാൽ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പേ ദൈവം സൃഷ്ടിച്ച പരിശുദ്ധരായ മാലാഖമാരുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന പുണ്യദിനമാണ് സെപ്റ്റംബർ 29. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ഹൃദ്യമായ മംഗളങ്ങൾ. ദൈവത്തിൻ്റെ അശരീരിയായ സന്ദേശവാഹകരാണ് മാലാഖമാർ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും തിരുസഭാ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്നത് നവവൃന്ദം മാലാഖമാർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നതാണ്. ഈ 9 വൃന്ദ മാലാഖമാരും തങ്ങളുടെ പരിപൂർണതയ്ക്കും ശക്തിക്കും അനുസരിച്ച് 3 വൃന്ദങ്ങൾ വീതമുള്ള 3 ഹൈറാർക്കിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 1-ാം ഹൈറാർക്കിയായ ഭക്തിജ്വാലകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ് സെറാഫുകൾ, കെരൂബുകൾ, ഭദ്രാസനന്മാർ എന്നീ 3 വൃന്ദ മാലാഖമാർ. നാദകൃത്യന്മാർ എന്നറിയപ്പെടുന്ന 2-ാം ഹൈറാർക്കിയിലെ 3 വൃന്ദ മാലാഖമാരെ നാം അധികാരികൾ, തത്വകന്മാർ, ശക്തികൾ, ബലവത്തുക്കൾ എന്ന് വിളിക്കുന്നു. സമാധാന മുഖ്യന്മാരായ 3-ാം ഹൈറാർക്കിയിലെ മാലാഖവൃന്ദങ്ങൾ പ്രധാനികൾ, മുഖ്യദൂതന്മാർ, ദേവദൂതന്മാർ എന്നറിയപ്പെടുന്നു. ഈ 9 വൃന്ദ മാലാഖമാരും ദൈവസന്നിധിയിൽ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം വ്യത്യസ്തങ്ങളായ ദൈവിക പുണ്യങ്ങൾ ദൈവമക്കൾക്ക് പ്രദാനം ചെയ്യുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ നാം സഭാസംരക്ഷകനായി വണങ്ങുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് നാം മിഖായേൽ മാലാഖയോട് നിരന്തരം പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ 4 സന്ദർഭങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ ശക്തൻ എന്നറിയപ്പെടുന്നു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസിന് സഹയാത്രികനായെത്തുന്ന റാഫേൽ മാലാഖയുടെ പേരിൻ്റെ വാച്യാർത്ഥം തന്നെ ദൈവം സുഖപ്പെടുത്തി എന്നത്രേ. ദൈവമക്കളെ നിരന്തരം സംരക്ഷിക്കുന്നവരായ മാലാഖമാരുടെയും ദൈവദൂതന്മാരുടെയും സ്വർഗീയ സൈന്യങ്ങളുടെയും മധ്യസ്ഥതയാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഈ ലോക ജീവിതശേഷം മാലാഖമാർ നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനുമായി നാം മാലാഖമാരോട് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിൽ നാം എന്നും ദൈവിക കൃപയിൽ വളരുവാൻ നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. കാവൽ മാലാഖയെക്കുറിച്ച് നല്ലൊരറിവ് നമുക്ക് പകർന്നു തന്ന ആഗ്നസ് മരിയയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ കാപ്പയുടെ സംരക്ഷണത്തിനായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിമധുരമായ ഗാനവുമായി റിനി ആൻഡോയ്ക്ക് സ്വാഗതം. കാവൽ മാലാഖയാണേ, സ്വർഗീയ അമ്മയാണേ, ഉണ്ണീശ
വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച റിനി ആൻഡോയ്ക്ക് ഹൃദ്യമായ നന്ദി. വെളിച്ചമുള്ള സ്ഥലത്തിലൂടെ നടക്കുക എന്നതിനേക്കാൾ നടക്കുന്ന ഇടം വെളിച്ചമുള്ളതാക്കി മാറ്റുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞ വിശുദ്ധ മദർ തെരേസായുടെ തിരുനാളാണല്ലോ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി. മദർ തെരേസായെക്കുറിച്ച് ഒരു സന്ദേശം പറയുന്നതിനായി ക്രിസ്റ്റോ ജോയെ സ്വാഗതം ചെയ്യുന്നു. മാന്യശാസ്ത്ര നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പറഞ്ഞ് എനിക്ക് തുടരണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ അവസ്ഥ കാരണം എനിക്ക് അതിനൊന്നും കഴിയുന്നില്ല. എന്നാലും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മദർ തെരേസയുടെ ജീവിത വിശുദ്ധി എന്ന ഘടകത്തെക്കുറിച്ചാണ്. മദർ തെരേസയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പറയാവുന്നവയല്ല അവളുടെ പുണ്യപ്രവൃത്തികൾ. എന്നാലും എനിക്കാവുന്ന തക്കവിധം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ കാലത്ത് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും തള്ളിപ്പറയുന്നതും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ക്രൂര വിനോദങ്ങൾ നമുക്ക് കാണാം. അതിനുദാഹരണമാണ് വിശുദ്ധ കുർബാനയും തിരുവസ്തുക്കളെയും ദുരുപയോഗപ്പെടുത്തുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധരെ ഒരു തരത്തിലും ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നില്ല. 1910 ഓഗസ്റ്റ് 26 അൽബേനിയയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ആഗ്നസിന്റെ ജനനം. തന്റെ 7-ാം വയസ്സിൽ അവൾക്ക് തന്റെ അച്ഛനെ നഷ്ടമായി. പിന്നീട് തന്റെ അമ്മയായിരുന്നു ആഗ്നസിനെല്ലാം. തന്റെ അമ്മയുടെ പ്രയത്നഫലമായി നല്ല വിശ്വാസത്തിലും അർപ്പണബോധത്തിലും അവൾ വളർന്നു വന്നു. പിതാവിന്റെ മരണത്തിൽ ദുഃഖിതരായിരുന്ന അവൾക്കും അവളുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പിന്നീട് എല്ലാമായത് അവരുടെ ഇടവക ദേവാലയമായിരുന്നു. തന്റെ 12-ാം വയസ്സിൽ കന്യാസ്ത്രീയായി ലോകത്തിന് സേവനമനുഷ്ഠിക്കണമെന്ന ഉൾവിളി അവൾക്ക് ലഭിച്ചു. തന്റെ 18-ാം വയസ്സിൽ ലോയിൻ കോൺവെന്റിൽ ചേർന്ന് അവൾ പഠിച്ചു. 1931 മാർച്ച് 24 ആഗ്നസ് എന്ന പേര് മാറ്റി അവൾ കൊച്ചുത്രേസ്യ എന്ന നാമം സ്വീകരിച്ചു. ലോയിൻ കോൺവെന്റിലെ തന്റെ ജീവിതത്തിനിടയിൽ കൊൽക്കത്തയിലെ ചേരികളിൽ പോയി തനിക്ക് അവിടെ ഒരു ദൈവനിയോഗമുണ്ടെന്നുള്ള ഉൾവിളി അവൾക്ക് നിരന്തരമായി ലഭിച്ചു. പിന്നീട് കൊൽക്കത്തയിലെ ചേരികളിൽ പട്ടിണിപ്പാവങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, ആലംബഹീനർക്ക് ആലംബമാകാൻ, അനാഥർക്ക് അമ്മയാകാനും, ദുർഗന്ധത്താൽ നിറഞ്ഞ കുഷ്ഠരോഗികൾക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ ഒരു കൈത്താങ്ങാകാനും അവൾക്ക് സാധിച്ചു. തിരിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം അവളെ വിശുദ്ധ എന്ന് വിളിച്ചു. മുഖഭാവത്തിലും പ്രകൃതിയിലും ദിവ്യനാഥന്റെ ദിവ്യചേതസ് അവൾ നിറഞ്ഞു നിന്നിരുന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന സംഘടന രൂപീകരിച്ച മദറിന്റെ പിൻഗാമികൾ ഇന്നുമെങ്ങും ലോകത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ്. മദറിന്റെ ജീവിതത്തിലെ ജീവിതവിശുദ്ധി എന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കി ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മദർ തെരേസയെ കുറിച്ച് വളരെ മനോഹരമായി നമ്മൾ സംസാരിച്ച ക്രിസ്റ്റോയ്ക്ക് ഞങ്ങളെ ഹൃദയം നന്ദി. കരുതലിന്റെ സ്നേഹം നൽകി ഞങ്ങളെ വിശ്വാസ പരിസരത്തിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന സൺഡേ സ്കൂൾ നമ്മുടെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ജെസീന CMCയുടെ മാതൃമൊഴികൾക്കായി നമുക്ക് കാതോർക്കാം. സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സ്നേഹം നിറഞ്ഞ കൊച്ചച്ചന്മാരെ, പ്രിയ അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന നല്ല ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് വിവേചിച്ചറിഞ്ഞ് അത് നമുക്ക് നേടിത്തരുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛനെയും കൊച്ചച്ചന്മാരെയും നന്ദിയോടെ ഓർക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാം. മാറ്റുരയ്ക്കപ്പെടുന്ന വിശ്വാസത്തിലേക്ക് തന്നെയാണ് മത്തായി ശ്ലീഹായും നമ്മെ ക്ഷണിക്കുന്നത്. തനിക്ക് എത്തിപ്പിടിക്കാമായിരുന്ന എല്ലാ നേട്ടങ്ങളും വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ പുറകെ പോയ മത്തായി ശ്ലീഹ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതിന് നമുക്ക് പ്രത്യുത്തരമേകാൻ ശ്രമിക്കാം. ഈ ദിവസം ഇന്നത്തെ ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന 11ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ പിന്നിൽ അവർക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന അധ്യാപകർ ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ലൊരു ആശംസ ഞങ്ങൾക്ക് നൽകിയ സിസ്റ്റർ ജെസിദായ്ക്ക് നന്ദി പറയുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശിലെ രക്ഷയുടെ അനുഭവം നമ്മളുമായി പങ്കുവയ്ക്കാൻ അമൂല്യെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ചന്മാരെ, മതാധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായി സെപ്റ്റംബർ 14-ാം തീയതി നാം ആചരിക്കുകയായിരുന്നല്ലോ.
വിശുദ്ധ കുരിശിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുരിശിലൂടെയാണ് നമുക്കും ലോകത്തിനും രക്ഷ ലഭിച്ചത്. യേശു ക്രിസ്തു കുരിശിലെ ബലിയിലൂടെ ദൈവമക്കളായി നമ്മെ വീണ്ടെടുത്തു. സഹനത്തിലൂടെ രക്ഷ നേടിത്തന്ന മറ്റൊരു മതനേതാവും ലോകചരിത്രത്തിലില്ല. ഇതാണ് ക്രിസ്തീയതയുടെ മഹത്വം. വിശ്വസിച്ചാൽ പാപമോചനവും സൗജന്യ രക്ഷയും ലഭിക്കുന്ന മറ്റേതു മതമാണുള്ളത്? യേശു ക്രിസ്തു കുരിശുമരണത്തിന് ശേഷം 3-ാം ദിനം ഉത്ഥാനം ചെയ്തു. അതിലൂടെ കുരിശ് പുകഴ്ചയ്ക്ക് പാത്രമായി. 335 മുതൽ ജെറുസലേമിലും 5-6 നൂറ്റാണ്ട് മുതൽ ഗ്രീക്കു സഭയിലും ലത്തീൻ സഭയിലും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു കാരണം. ക്രിസ്തുവർഷം 326 ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും തിരുനാളിന്റെ പ്രചാരത്തിന് കാരണമായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കരുത്തേറിയ മാക്സൻസിയൂസ് രാജാവിന്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല. രാത്രി ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി. ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും എന്നായിരുന്നു എഴുതിയിരുന്നത്. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ആ കാഴ്ചയിൽ കണ്ടതുപോലെ ഒരടയാളം പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ചക്രവർത്തി ചെയ്യുകയും യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തു. താമസിയാതെ 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം നടത്തുകയും ചെയ്തു. 614 പേർഷ്യൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ ഹെലേന രാജ്ഞി വച്ചിരുന്ന കുരിശിന്റെ അവശിഷ്ടം സ്വരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. 629 ജെറുസലേമിൽ കുരിശിന്റെ അവശിഷ്ടം തിരികെ സ്ഥാപിച്ചു. അന്നു മുതൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആകമാനം കൊണ്ടാടാൻ തുടങ്ങി. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകാത്ത ഒരു വ്യക്തിയുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനനുസൃതമായിരിക്കും നമുക്ക് ലഭിക്കുന്ന വിജയവും ക്രിസ്തീയ മഹത്വവും. കുരിശിന്റെ ശക്തിയെക്കുറിച്ച് നമ്മോട് സംസാരിച്ച അമൂല്യയ്ക്ക് നന്ദി. അവിരാമം മനസ്സിൽ കുടികൊള്ളുവാൻ സത്യത്തിന്റെയും അറിവിന്റെയും വെളിച്ചമായ ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നൃത്ത ചുവടുകളുമായി മരിയ മജോയും ലിൻസ ജോണിയും ഇവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഫലമായി തന്റെ കഴിവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മരിയയ്ക്കും ലിൻസിക്കും നന്ദി. നമുക്കറിയാമല്ലോ, സെപ്റ്റംബർ 5 നമ്മുടെ ജീവിതത്തിൽ നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ പ്രിയ അധ്യാപകരെ അനുസ്മരിക്കുന്ന ദിനമാണ്. ഈ അധ്യാപകത്തെ കുറിച്ച് ഒരു ചെറിയ സന്ദേശം നൽകുവാൻ ജിസൺ ജെയിംസിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. അധ്യാപനം എന്നത് കുലീനമായ ഒരു തൊഴിലാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും സ്വഭാവദാർഢ്യവും കഴിവും പരിപോഷിപ്പിക്കുന്ന ഉദ്യോഗം. ജനങ്ങൾ എന്നെ ഒരു അധ്യാപകനായി ഓർമ്മിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. രാമേശ്വരത്ത് ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയോളം വളർന്ന നമ്മുടെ 11ാമത് രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിവ. അക്ഷരലോകത്ത് നമ്മെ കൈപിടിച്ചുയർത്തി അറിവിന്റെ വിത്തുകൾ വിതച്ച അധ്യാപകർക്കായി ഒരു ദിനം, സെപ്റ്റംബർ 5. തന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന വിദ്യാർത്ഥികളുടെയും സുഹൃത്തുക്കളുടെയും നിരന്തരമായ ആവശ്യം നിരസിച്ച് ഡോക്ടർ S രാധാകൃഷ്ണൻ ആ ദിവസം അധ്യാപകർക്കായി മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 5 അധ്യാപകർ എന്ന മഹാരഥന്മാർക്കായി മാറ്റിവെക്കുന്നത്. അരിമണികളിൽ അക്ഷരങ്ങൾ എഴുതിച്ച കളരി ആശാൻ മുതൽ അകലങ്ങളിലിരുന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഹൈടെക് ടീച്ചേഴ്സ് വരെയുള്ള അധ്യാപന ജീവിതങ്ങളെ അകക്കണ്ണു തുറന്ന് നാം ആദരിക്കേണ്ട സുദിനമാണിത്. ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി പകർന്നു നൽകുന്നത് ആ ചുവരുകൾക്കപ്പുറമുള്ള ലോകത്തെ കുറിച്ചുള്ള അറിവുകളാണ്. അതുകൊണ്ട് തന്നെയാവാം എത്ര ഒരിക്കു പറഞ്ഞാലും അധ്യാപകർ എന്നും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ വിതയ്ക്കുന്നവരാണ് അവർ. വികായസിലെ സൂര്യൻ അധ്യാപകനെങ്കിൽ അതിന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയും. സ്നേഹത്തിന്റെ ചൂടും അറിവിന്റെ തണുപ്പും നൽകുന്ന ഓരോ അധ്യാപകനെയും ഒരു വിദ്യാർത്ഥികൾക്കും മറക്കാനാവില്ല. അറിവിന്റെ വികായസിൽ നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്ക് വേണ്ടി ഒരു നല്ല അധ്യാപക ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിഴൽ പോലുള്ള സ്നേഹിതൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാവൽ മാലാഖമാരെ പറ്റിയാണ്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18-ാം അധ്യായം 10-ാം വാക്യമാണിത്. ഇതിൽ വിശേഷിപ്പിക്കുന്നത് നമ്മളുടെ നിഴല് പോലുള്ള സ്നേഹിതനായ കാവൽ മാലാഖയെ പറ്റിയാണ്. കത്തോലിക്ക സഭയിൽ ഒക്ടോബർ 2 കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1670 ക്ലെമന്റ് 10-ാമൻ പാപ്പയാണ് നമ്മളെ അനുദിനം സംരക്ഷിക്കുന്ന കാവൽ മാലാഖമാർക്ക് വേണ്ടി ഒരു തിരുനാൾ ആഗോളതല കത്തോലിക്ക സഭയിൽ ആരംഭിച്ചത്. ഈ ദിനം നമ്മുടെ സ്വന്തം കാവൽ മാലാഖമാർക്കാണ് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും നഗരങ്ങൾക്കും രൂപതകൾക്കും ഇടവകകൾക്കും സ്വന്തം കാവൽ മാലാഖമാർ ഉണ്ട്. ദൈവത്തിന്റെ ആകർഷണീയമായ വലിയ രഹസ്യങ്ങളാൽ ആവൃതമായ ഒരു സൃഷ്ടിയാണ് മാലാഖമാർ. നന്മയുടെ അറിവ് പോലും ഇല്ലാതെ നമ്മൾ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ കാവൽ മാലാഖമാരോട് നാം വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അവർ ശാന്തമായി നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അവരുടെ ജോലി എളിയ രീതിയിൽ പൂർത്തീകരിക്കുന്നു. നമ്മുടെ കാവൽ മാലാഖയ്ക്ക് നമ്മെ സഹായിക്കുവാൻ സാധിക്കുന്നത് പോലെ മറ്റാർക്കും മറ്റൊരു മാലാഖയ്ക്ക് പോലും നമ്മെ സഹായിക്കാനാവില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ ദൈവം യാതൊരു പക്ഷപാതവും കാട്ടുന്നില്ല. നീതിമാനോ പാപിയോ മുതിർന്നവരോ കുട്ടികളോ ക്രൈസ്തവരോ അക്രൈസ്തവരോ എന്നുള്ള വ്യത്യാസം കൂടാതെയാണ് നമ്മളെ നമ്മളുടെ കാവൽ മാലാഖമാർ സംരക്ഷിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളും കാവൽ മാലാഖൻ തുണയായുണ്ട്. നമ്മെ മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ അവരുടെ കാവൽ മാലാഖയും നമ്മുടെ കാവൽ മാലാഖയും ദുഃഖിക്കും. ഇത് തന്നെയാണല്ലോ ഈശോയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുക ആണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18-ാം അധ്യായം 10-ാം വാക്യം സൂചിപ്പിക്കുന്നത്. ഇനിയൊരു ചോദ്യം, നമ്മുടെ കാവൽ മാലാഖമാർ എന്ത് ചെയ്യുന്നു? കാവൽ മാലാഖമാരുടെ ദൗത്യങ്ങൾ പലതാണ്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അപകടങ്ങളെ തടയുന്നു. നാം ഉറങ്ങുമ്പോഴും കാവൽ മാലാഖമാർ ജാഗ്രതയോടെ കാവലിരിക്കുന്നു.
പിശാചിന്റെ ദുഷിച്ച ചിന്തകൾ നിലയ്ക്ക് നിർത്തുകയും പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുകയും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരമ്മ തന്നെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നത് പോലെ മാലാഖ നമ്മെ നോക്കുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91 അധ്യായം 11-12 വാക്യങ്ങളാണിവ. നമ്മെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധമായ ചിന്തകളും നല്ല ആഗ്രഹങ്ങളും നമ്മിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. നല്ല വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തുകയും ആത്മീയ ഉണർവ് നൽകുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും കാട്ടിത്തരികയും ചെയ്യുന്നു. ഇങ്ങനെ നല്ലൊരു ആത്മീയ പിതാവിൻ്റെ ജോലിയും കാവൽമാകം നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും നമുക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്താൽ നമ്മെ തിരുത്തുന്നു. മരണസമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുകയോ ശുദ്ധീകരണ സ്ഥലത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനായി എത്തിക്കുകയോ ചെയ്യുന്നു. ഇപ്രകാരമാണ് നമ്മുടെ കാവൽ മാലാഖമാർ നമ്മെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ചന്മാരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, കരുതലിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. COVID-19 വ്യാപനം നമ്മുടെയൊക്കെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലത്തും പ്രത്യാശ കൈവിടാതെ ദൈവത്തെ ആഴത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുഭവിച്ചറിയാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവൻ ഒരു പിതാവിന്റെ കരുതലും വാത്സല്യവും സ്നേഹവും നൽകി വളർത്തിയ ബഹുമാനപ്പെട്ട തോമസ് ചെറുപറമ്പിൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വികാരി അച്ഛനോടുകൂടെ നമ്മെ നയിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചച്ചന്മാര് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവ വൈദികൻ മാത്രമായിരുന്നില്ല, നല്ല 2 സുഹൃത്തുക്കൾ കൂടിയായിരുന്നു നമ്മുടെ കൊച്ചച്ചന്മാര്. ബഹുമാനപ്പെട്ട ജോർജ് പിച്ചാലിക്കുന്നേലച്ഛനും ജോസഫ് മടത്തിലച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നമ്മുടെ വിശ്വാസ പരിശീലന പ്രധാന അധ്യാപികയായ സിസ്റ്റർ ജസീന CMC, കരുതലും വാത്സല്യവും തന്ന ഒരു അമ്മയുടെ സ്നേഹത്തോടെ നമ്മെ പരിപാലിക്കുന്ന സിസ്റ്റർ ജസീന CMCക്ക് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിറഞ്ഞ ഈ ലോകത്ത് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ദൈവവചനം മറ്റുള്ളവരിലേക്ക്, വരും തലമുറയിലേക്ക് പ്രഘോഷിക്കാനായി സമയം കണ്ടെത്തുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും മതാധ്യാപകർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബുദ്ധിമുട്ടുകൾക്കും തിരക്കുകൾക്കും ഇടയിലും മക്കൾ ഓരോരുത്തരെയും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ അവരെ കൃത്യമായ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് വളർത്തുന്ന, അവരെ വിശ്വാസ പരിശീലനത്തിന് ഒരുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. സ്വഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് തന്നെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ വിശ്വാസത്തെ കൈവിടാതെ മാതാപിതാക്കൾ പകർന്നു നൽകിയ, അധ്യാപകർ പകർന്നു നൽകിയ, വൈദികർ പകർന്നു നൽകിയ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കാൻ നാം തയ്യാറാകണം. ഈ കാലഘട്ടത്തിലും കോവിഡിന്റെ സാഹചര്യങ്ങളിലും ദൈവത്തിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ വഴി നടത്തും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം സഹിച്ച് എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി.